ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വീണ്ടും ഒരു പുതിയ റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 276 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 17,723-ലും, സെൻസെക്സിൽ 958 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 59,885-ലും, ബാങ്ക് നിഫ്റ്റിയിൽ 827 പോയിൻറ്റ്സിൻ്റെ റാലികളോടുകൂടി 37,771-ന് മുകളിലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു എവർഗ്രാൻഡ് പ്രതിസന്ധിയിലൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഒരു നെഗോഷിയേഷനൊക്കെ നടന്നതായിട്ട് നമ്മൾ ഇന്നലത്തെ വാർത്തകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ മാർക്കറ്റിനൊരു ബൂസ്റ്റ് പകർന്നു, ഗ്ലോബൽ മാർക്കറ്റിനൊരു ബൂസ്റ്റ് പകർന്നു എന്ന് വേണം കാണാനായിട്ട്. എന്നിരുന്നാലും ഇന്നലെ രാത്രിയിലത്തെ ഫെഡ് മീറ്റിങ്ങിൻ്റെ ഔട്ട്കം നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവർ ഈ ഒരു നവംബറോടുകൂടി അവരുടെ ഈ ഒരു ബോണ്ട് ബൈയിങ് പ്ലാനിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, അതായത് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ഒരു തിരിച്ചുവരവ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു പ്രോസസ്സൊക്കെ 2022 പകുതിയോടുകൂടി കംപ്ലീറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നു എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂസ് മാർക്കറ്റിൽ വലിയൊരു ഇഫക്റ്റുകൾ ഇതുവരെ കൊടുത്തിട്ടില്ല. പ്രധാനമായിട്ടും എവർഗ്രാൻഡിൻ്റെ ന്യൂസുകളൊക്കെ ആയിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പയ്യെ അവരുടെ ആ ഒരു ഡിസിഷൻസൊക്കെ, അവരുടെ ഒരു പ്രോസസ്സൊക്കെ മാർക്കറ്റിൽ ഇംപ്ലിമെൻ്റ് ആവുന്നതോടുകൂടി ഒരു സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതകൾ നമ്മൾക്ക് വരുന്ന മാസങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇന്ന് മാർക്കറ്റ് ഈ ഒരു എവർഗ്രാൻഡ് ന്യൂസും അതേപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടും ഒക്കെ എടുത്തുകൊണ്ട് നല്ലൊരു റെക്കോർഡ് ഹൈയിലേക്കാണ് ഇന്ന് റാലി ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആകപ്പാടെ മീഡിയ സെക്ടർ മാത്രമായിരുന്നു ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും റിയാലിറ്റി സെക്ടർ ആയിരുന്നു ഇന്നും നല്ല ടോപ്പ് പെർഫോമിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ദിവസം തുടർച്ചയായിട്ട് നല്ല റാലികൾ അവർ കാണുന്നു. തുടർന്ന് ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടറുകൾ നല്ല സപ്പോർട്ടുകൾ കൊടുത്തു. ബാക്കി എല്ലാ മീഡിയ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറും തന്നെ പോസിറ്റീവിലാണ് നിന്നത്. ഇനി നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 40 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 10 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലും നിന്നു. അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ദിവസവും മിഡ് ക്യാപ്പിൽ റാലികൾ കണ്ടു. 1.28% റാലികൾ മിഡ് ക്യാപ്പിൽ റിപ്പോർട്ട് ചെയ്തു. സ്മോൾ ക്യാപ്പിൽ 0.77% റാലികളും ഉണ്ടായിട്ടുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ റിലയൻസിലും ഇന്ന് നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ടായിരുന്നു. റിലയൻസ് 17 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ക്രോസ് ചെയ്തു എന്നുള്ളൊരു വാർത്ത റിലയൻസിന് വീണ്ടും ഒരു ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് റിലയൻസിൽ കാണുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു SGX നിഫ്റ്റി രാവിലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലോട് കൂടി നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിക്ക് 17,800 റേഞ്ചുകൾ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 17,700 റേഞ്ചുകളിലും അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടുകൾ, ഷോർട്ട് ടൈമിലേക്കുള്ളൊരു സപ്പോർട്ടുകൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ചുകൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ ഇനിയും റാലികൾ തുടരാനുള്ള സാധ്യതകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 11 സ്റ്റോക്കുകൾ അഡ്വാൻസസിൽ നിന്നു, ഒരു സ്റ്റോക്ക് അൺചേഞ്ച്ഡ് പൊസിഷനിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി റാലികൾ തുടരുമ്പോൾ 38,100 റേഞ്ചുകളാണ് അടുത്ത റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റികൾ റാലികൾ തുടരാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട്. 37,200 റേഞ്ചുകൾ ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലുകളൊക്കെ ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ഇന്നത്തെ ടോപ്പ് പെർഫോമിംഗ് സെക്ടർ റിയാലിറ്റി സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സെക്ടറിലെ 10 സ്റ്റോക്കുകളും അഡ്വാൻസസിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, DLF ഇവരൊക്കെ ഇന്ന് തീർച്ചയായിട്ടും അപ്പർ സർക്യൂട്ടുകളിൽ ലോക്കായിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ലൊരു റാലികൾ, പ്രധാനമായിട്ടും കർണാടക അസംബ്ലിയിൽ ഗവൺമെൻറ് പാസ് ചെയ്ത ആ ഒരു ബില്ല്, അതിൻ്റെ റാലികളാണ് ഇത് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്ന് വന്ന വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ് റിയാലിറ്റി സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിലെ സെക്കൻഡ് ഹാഫിൽ ഈ ഒരു ഒക്ടോബർ ഡിസംബർ ക്വാർട്ടറിലൊക്കെ വീണ്ടും സെല്ലിംഗ്, ഇവരുടെ ഒരു പ്രോപ്പർട്ടി സെല്ലിംഗ് ഒക്കെ റിയാലിറ്റി സെക്ടറിലെ ബുക്കിംഗ് ഒക്കെ വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഒന്നാമത് ഇനി ഫെസ്റ്റിവൽ സീസണിലേക്ക് കിടക്കുകയാണ്. അതുമാത്രമല്ല ഹോം ബയേഴ്സ്, വീട് വാങ്ങുന്നവരുടെ ഒരു ഡിമാൻഡ് ഇപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കൂടുന്നുണ്ട് എന്നുള്ളൊരു വാർത്തകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല അവർ പുതിയ പ്രൊജക്റ്റുകൾ അവർ ലോഞ്ച് ചെയ്യാനായിട്ട്, ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ ഒരു ക്വാർട്ടറുകളിൽ പോകുന്നു, പ്രധാനമായിട്ടും ഈ ഒരു ഫെസ്റ്റിവൽ സീസണിന് മുന്നിൽ കണ്ടുകൊണ്ട്.
അപ്പോൾ അങ്ങനത്തെ ഒരു വാർത്തകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ഹോം ബൈയിങ്ങിനുള്ള സാധ്യതകൾ, പ്രോപ്പർട്ടി ബൈയിങ്ങിനുള്ള സാധ്യതകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വീണ്ടും ഇവർക്ക് നല്ലൊരു റെക്കോർഡ് സെയിൽസിലേക്ക്, റിയാലിറ്റി സെക്ടറിലെ കമ്പനികൾക്ക് ഒരു റെക്കോർഡ് സെയിൽസിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വാർത്തകളും ഇന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാലിറ്റി സെക്ടറിനെ ഈ കുറച്ച് നാളത്തേക്കും കൂടെ ഒന്ന് ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി ഐ ടി സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 10 സ്റ്റോക്കുകളും, ഐ ടി സെക്ടറിലെ 10 സ്റ്റോക്കുകളും ഇന്ന് അഡ്വാൻസസ് പൊസിഷനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്നും ഐ ടി സെക്ടറിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 3 കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ബുള്ളിഷ് മോഡിൽ നിലനിൽക്കുന്നു. എന്നിരുന്നാലും RSI ഇൻഡിക്കേറ്റർ റിയാലിറ്റി സെക്ടറിലും ഐ ടി സെക്ടറിലും ഒക്കെ ഒരു ഓവർബോട്ട് റീജിയനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി മെറ്റൽ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ്, നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടന്ന രീതിയിലാണ് ഇന്ന് ഒരു ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻഡിസിസീവായിട്ടാണ് നിലനിൽക്കുന്നത്. മെറ്റൽ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 12 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 3 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലും നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റാലികൾ നമുക്ക് ഇനി 5627 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ സെക്ടറുകളിൽ റാലികൾ തുടരാനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം 5916-20 റേഞ്ചുകളാണ് റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് ഇനി നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഓട്ടോ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ സെക്ടറിലും 11 സ്റ്റോക്കുകൾ അഡ്വാൻസസിൽ നിന്നിട്ടുണ്ടായിരുന്നു. 4 സ്റ്റോക്കുകളാണ് ആകെ ഡിക്ലൈനിങ് മോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഓട്ടോ സെക്ടറും വീണ്ടും ഒരു റെസിസ്റ്റൻസ് സോൺസിൻ്റെ, അവരുടെ ഒരു റെസിസ്റ്റൻസ് സോൺസിൻ്റെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലുകൾ 10420 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ സെക്ടറിൽ വീണ്ടും ഒരു റാലികൾ തുടരാൻ സാധ്യതകളുണ്ട്. അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ ഒക്കെ ഒരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ് ഓട്ടോ സെക്ടറിലും ഇതുവരെ കാണാനുള്ളത്. ഇനി FMCG, ഫാർമ, മീഡിയ ഈ ഒരു സെക്ടറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു FMCGയിൽ പ്രത്യേകിച്ചും ഒരു കൺസോളിഡേഷൻ മൂഡാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കാണുന്നത്. ചെറിയൊരു ബിയറിഷ് ക്യാൻഡിൽസ് ആണെങ്കിലും ആ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡ് നടന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നു. FMCGയിൽ 9 സ്റ്റോക്കുകൾ അഡ്വാൻസസിലാണ് നിന്നത്, 6 സ്റ്റോക്കുകളാണ് ഡിക്ലൈനിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു കൺസോളിഡേഷനുള്ളൊരു സാധ്യതകളാണ് FMCGയിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഫാർമ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 4 സ്റ്റോക്കുകൾ ഇന്ന് ഡിക്ലൈനിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഫാർമ സെക്ടറിലും ഒരു ഇൻഡിസിസീവ് ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ള സാധ്യതകളാണ് ഈ ഒരു ക്യാൻഡിലുകളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫാർമ സെക്ടറിൽ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മീഡിയ സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ വാർത്ത ഇന്നലെ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു മീഡിയ സെക്ടറിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല എൻ്റർടൈൻമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെയും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് ഇന്ന് സ്റ്റോക്ക് എൻഡായിട്ടുള്ളത്. എന്നിരുന്നാലും എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം CLSA അവർ ഒരു ബൈ ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. 400 ടാർഗറ്റ് പ്രൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ ഒരു സെക്ടറുകളൊക്കെ ഈ ഒരു ന്യൂസുകളെ വെച്ചൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മോഡിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഓയിലിൻ്റെ പ്രൈസിലും ചെറിയൊരു വർധനവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ, പ്രത്യേകിച്ചും ഇന്ത്യൻ ഓയിൽ, അതേപോലെ തന്നെ HPCLലൊക്കെ ഒരു റാലികൾ കാണാനായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ US മാർക്കറ്റും ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകളാണ് US ഫീച്ചേഴ്സൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു പോസിറ്റീവ് റാലികളാണ്, ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ FTSE ഇപ്പോൾ പയ്യെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വരുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളിലും SGX നിഫ്റ്റി പയ്യെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മിക്സഡ് ട്രെൻഡ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. തീർച്ചയായിട്ടും നാളെ രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിൻ്റെ ഗെയിൻസ്റ്റായിട്ട് 23 പൈസയുടെ ഉയർച്ച ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 73.64 ട്രേഡ് എൻഡായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്നും 357 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്നും 1173 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറിയ രീതിയിലൊക്കെ സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. രൂപയും സപ്പോർട്ടീവായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും മാർക്കറ്റുകൾ ഒരു മിക്സറായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു റാലിക്ക് ശേഷമുള്ളൊരു കൂൾ ഓഫിനുള്ളൊരു സാധ്യതകൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നാളെ രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ പവർ ഗ്രിഡിൻ്റെ ഒക്കെ ഒരു ചാർട്ട് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അത് ഒരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കാണുന്നുണ്ട്. 2 ദിവസങ്ങളായിട്ട് നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ITC വീണ്ടും ഡോജിക്ക് ശേഷം ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു ഡോജിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് എൻഡായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സെല്ലിംഗ് കൺഫർമേഷൻ ഇനിയും ITCയിലായിട്ടില്ല. 240 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സെല്ലിങ്ങിനുള്ളൊരു സാധ്യതകൾ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സിനുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലെ നമുക്ക് ഈ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷൻ ആയിട്ട് മാത്രം ഈ ഒരു സമയത്ത് കൺസിഡർ ചെയ്യാം. HCLൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു ഗെയിൻ കാണാനുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുള്ളത്.
അപ്പോൾ ഒരു കൂൾ ഓഫിനുള്ള ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു കൂൾ ഓഫിനുള്ള ഒരു സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് 1313 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റിവേഴ്സലിനൊരു കൺഫർമേഷൻ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇനിയൊരു എൻട്രികളൊക്കെ നമുക്ക് 1335 36 മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റിയാലിറ്റി സെക്ടറിലെ ഒരു ടോപ്പ് പെർഫോമർ ആയിരുന്നു ഇന്ന്. നല്ലൊരു ഗെയിൻ ഇന്നും ഈ ഒരു സ്റ്റോക്കിൽ കാണാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതുപോലെ തന്നെ DLFൽ നോക്കിക്കഴിഞ്ഞാലും അവിടെയും നല്ല ഷാർപ്പായിട്ടുള്ള റാലികളാണ് ഇന്നും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റാലികൾ തുടരുമോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് 413 ഈ ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ 413 മുകളിലേക്ക് ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രം കൺസിഡർ ചെയ്യുക. RS ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റേഞ്ചിലേക്ക് ഈ ഒരു സ്റ്റോക്കുകളിൽ പോയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിലും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു റാലികളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബ്രേക്കൗട്ടുകൾ ഇന്ന് നടന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു റെസിസ്റ്റൻസ് സോണിനെയാണ് ഈ ഒരു സ്റ്റോക്ക് ജൂലൈ മുതലുള്ള ഒരു റെസിസ്റ്റൻസ് സോണിനെയാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. വോളിയത്തിൽ ഒരു റൈസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയൊരു പ്രതീക്ഷ ഈ ഒരു സ്റ്റോക്കിൽ വെക്കാം. 324 മുകളിലേക്ക് ഇനി ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി ടാറ്റ മോട്ടോഴ്സിലും നിലനിൽക്കുന്നു. LIC ഹൗസിംഗ് ഫിനാൻസിനെയും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇന്നും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സ്റ്റോക്കിൽ കാണാനുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. LIC ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതിനു മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ. അതായത് 50 ലക്ഷം വരെയുള്ള ഒരു ലോണിന് ഹോം ലോണിനൊക്കെ 6.66% ഒരു ഫ്ലാറ്റ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ന്യൂസ് ഒരു ഓഫറുകൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് 2 കോടി വരെയുള്ള ലോണിന് സിബിൽ സ്കോർ 700 മുകളിലും 2 കോടി വരെയുള്ള ഹോം ലോണിനൊക്കെ 6.66% ഇൻട്രസ്റ്റ് റേറ്റ് ആപ്ലിക്കബിൾ ആണ് എന്ന രീതിയിലൊരു അനൗൺസ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസുകളൊക്കെ ആയിരിക്കണം ഇന്ന് ഈ ഒരു സ്റ്റോക്കിനെ വീണ്ടും ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് 443 മുകളിലേക്കൊക്കെ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ അടുത്ത എൻട്രിക്കുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഹിൻഡാൽക്കോയിലും റാലികൾ തുടരുന്നു. ഇപ്പം നമുക്ക് വീണ്ടും ഒരു അടുത്ത റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്തേക്ക് പ്രീവിയസ് റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. 488 അടുത്ത റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. വോളിയത്തിൽ ചെറിയൊരു ഡിഗ്രീസ് കാണുന്നുണ്ടെന്നിരുന്നാലും. അതുപോലെ തന്നെ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് നോക്കുക. കാരണം ഒരു ഹാമർ പോലത്തെ പാറ്റേണിന് ശേഷം ഒരു ബുള്ളിഷ് റിവേഴ്സൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇനി 1425 റേഞ്ചുകളാണ് റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് ശ്രീറാം ട്രാൻസ്പോർട്ടിന് നിലനിൽക്കുന്നത്. സി എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്ന് കാണാനുണ്ടായിരുന്നത്. ഒരു ബിയർ റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് ഇന്ന് എൻഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ PVRനെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്ന് കാണാനുണ്ടായിരുന്നത്. റിവേഴ്സലിനൊരു സാധ്യതകളാണ് ഈ ഒരു സ്റ്റോക്കിലും പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ JBM ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം അവർ 500 CNG അതുപോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകളുടെ ഓർഡറുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം എയർടെൽ തേജസ് നെറ്റ്വർക്കിനെ അവരുടെ ഒരു ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് പാർട്ണറായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട സിറ്റികളിൽ അവരുടെ ഈ ഒരു നെറ്റ്വർക്ക് കമ്പോണൻറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ സപ്പോർട്ട് അതേപോലെ തന്നെ സപ്ലൈ ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു പാർട്ണറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് തേജസ് നെറ്റ്വർക്കിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി അശോക് ലെയ്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫെഡറൽ ബാങ്കുമായിട്ട് ഒരു ധാരണാപത്രം ഒരു പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു വെഹിക്കിൾ ലോൺ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ GR ഇൻഫ്രാ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അമൃത്സറിലെ ഒരു നാഷണൽ ഹൈവേ NH 703 അതിൻ്റെ കുറച്ച് ഭാഗം ഒരു 6 ലെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റുകൾ വിൻ ചെയ്തതായിട്ട് അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി ഐഡിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇന്നൊരു കമൻട്രികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്ന് ഐഡിയയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതായിരുന്നു ഒരു ടെലികോം സെക്ഷനുള്ളൊരു റിലീഫ് പാക്കേജ്. അതായത് AGR ഡ്യൂസും അതേപോലെ തന്നെ സ്പെക്ട്രം ചാർജസിലൊക്കെ ഒരു 4 വർഷത്തെ മൊറട്ടോറിയം ഏർപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അവർ സേവ് ചെയ്ത ഒരു എമൗണ്ട് 4 വർഷത്തെ മൊറട്ടോറിയം വഴിയായിട്ടൊക്കെ സേവ് ചെയ്ത എമൗണ്ട് ഇവരുടെ നെറ്റ്വർക്ക് എക്സ്പാൻഷനും അതേപോലെ തന്നെ 5G സ്പെക്ട്രമിൻ്റെ ലേലത്തിൽ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു എമൗണ്ട് ഉപയോഗിക്കും. എന്നിരുന്നാലും അത് ഡെപ്റ്റ് റീപേ ചെയ്യാൻ ഈ ഒരു സമയത്ത് പ്ലാൻ ഇല്ല. ഈ ഒരു ബിസിനസ് എക്സ്പാൻഷനും അതേപോലെ തന്നെ 5G സ്പെക്ട്രം ലേലത്തിലൊക്കെ പങ്കെടുക്കാനാണ് ഈ ഒരു എമൗണ്ടുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇവർ വീണ്ടും മാർക്കറ്റിലേക്ക് ഒരു തിരിച്ചുവരവ് കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു തിരിച്ചുവരവ് പ്ലാൻ ചെയ്യുന്നു. സാധ്യമാകുമെന്നാണ് അവരുടെ MDയുടെ ഭാഗത്തു നിന്നും കമൻറ്റുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വാർത്തകളായിരുന്നു ഇന്ന് ഐഡിയയ്ക്ക് ഒരു റാലിക്ക് കാരണമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദാനി പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗംഗാവരം പോർട്ടിൽ ഉള്ള 10.4% സ്റ്റേക്കിൻ്റെ അക്വിസിഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള അക്വിസിഷൻ അത് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. 645 കോടിയുടെ ട്രാൻസാക്ഷൻ വഴിയായിട്ടാണ് അക്വിസിഷൻ നടന്നിരിക്കുന്നത്.
ഇനി അതേപോലെ തന്നെ ടാറ്റ കെമിക്കൽ, ഗുജറാത്ത് ആൽക്കലീസ് ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റിക് സോഡയുടെ പ്രൈസ് അതിൽ ഒരു വർധനവുണ്ടായി എന്നൊരു ന്യൂസുകൾ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാർത്തകളാണ് ഇവർക്ക് ഈ ഒരു ടാറ്റ കെമിക്കൽ, ഗുജറാത്ത് ആൽക്കലീസ് പോലുള്ള കമ്പനികൾക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 21,000 കോടിയുടെ റൈറ്റ് ഇഷ്യൂ ഒക്ടോബർ 5-ാം തീയതി ഓപ്പൺ ആകുമെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. 535 രൂപയാണ് റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഇവർ റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോട് നല്ലൊരു ആഭിമുഖ്യം പുലർത്തുന്ന രീതിയിലാണ് അനലിസ്റ്റുകളൊക്കെ പ്രത്യേകിച്ച് ഒരു കമൻട്രികളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റഡി ആയിട്ടുള്ളൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ വർധനവുകൾ, അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു മികവുകളൊക്കെ ഇവർക്ക് ഈ ഒരു റൈറ്റ് ഇഷ്യൂ വാങ്ങുന്നതൊക്കെ നല്ലതായിരിക്കും എന്നുള്ളൊരു കമൻട്രികൾ കാണുന്നുണ്ടായിരുന്നു. ഇനി IPO സംബന്ധിച്ചിടത്തോളം വന്നു കഴിഞ്ഞാൽ പാരാസ് ഡിഫൻസിൻ്റെ IPO ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. ഫൈനൽ ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ 304 മടങ്ങിന് മുകളിലുള്ള സബ്സ്ക്രിപ്ഷനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ റെക്കോർഡ് ഹൈയിലുള്ളൊരു സബ്സ്ക്രിപ്ഷനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലും ഒരു വർധനവുകൾ ഉണ്ടായി എന്നൊരു ന്യൂസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. 240 രൂപയ്ക്ക് അടുത്താണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് അലോട്ട്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ഇതിൽ നിന്ന് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് പോലെയാണ് കാണുന്നത്. കിട്ടുമെന്നുള്ളത് നമുക്ക് ഒരു ലോട്ടറി അടിക്കുന്ന പോലെ ഇരിക്കും. എന്നിരുന്നാലും നല്ലൊരു റെക്കോർഡായിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷൻ, നല്ലൊരു റെസ്പോൺസ് ഇവർക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വരെ കാണാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും ഒക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.